കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1830 കാതറിൻ ലബോറ എന്ന ഒരു കൊച്ചു സന്യാസിനിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം സ്വീകരിച്ചത്. ഫ്രാൻസിലെ സഭ വലിയ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ സഭയെ ശുദ്ധീകരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ആ സമൂഹത്തോടും സഭയോടും ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മ സ്വർഗം കൂടെയുണ്ട് എന്ന സന്ദേശം കാതറിൻ ലബോറയിലൂടെ നൽകിയത് നാം കണ്ടു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട സന്ദേശമായി പരിശുദ്ധ അമ്മ നൽകിയത് നിങ്ങളുടെ ദുഃഖത്തിൽ, നിങ്ങളുടെ ഓരോ വേദനയിൽ അൾത്താരയ്ക്ക് ചുറ്റും അണയുക എന്ന സന്ദേശമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ തുടർച്ചയായി പരിശുദ്ധ കന്യകാമറിയം കാതറിൻ ലബോറയ്ക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ആയുധമായ ഒരു അത്ഭുത സമ്മാനത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ശ്രവിക്കുവാൻ പോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ഒരു വലിയ അത്ഭുത സമ്മാനവുമായി അമ്മ കടന്നു വന്നു. 1830 മുതൽ ഈ വർഷം വരെ 2020 വരെ ഈ അത്ഭുത സമ്മാനം ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് ഏറ്റെടുത്തവരെല്ലാം സ്വർഗത്തിൽ ഈ അത്ഭുത സമ്മാനം സ്വീകരിക്കുകയും ശരീരത്തിൽ അത് അണിയുകയും ചെയ്ത അനേക ലക്ഷങ്ങൾക്ക് സ്വർഗീയ സംരക്ഷണം വ്യത്യസ്തമായ അപകടങ്ങളിൽ നിന്ന് ലഭിക്കുകയും ലക്ഷങ്ങൾ ഈ സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾക്ക് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇത്രമാത്രം ബലഹീനരാണെങ്കിലും സ്വർഗം നമ്മളെ വിലയുള്ളവരായി കാണുന്നുവെന്ന സന്ദേശമാണ് കാതറിൻ ലബോറയിലൂടെ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുക. നമ്മൾ വളരെ നിസ്സാരരാണ്, ദൈവസന്നിധിയിൽ പാപികളാണ്. എങ്കിലും ദൈവത്തിന് ഏറ്റവും ചെറിയവരും നിസ്സാരരുമായ നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട് എന്നും എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള വ്യക്തിപരമായ പദ്ധതികൾ സ്വർഗം ക്രമീകരിച്ചിട്ടുണ്ട് എന്നും ഈ ലോകത്തിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യരക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്നും പരിശുദ്ധ അമ്മയെ അതിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. സ്വർഗം അമ്മയെ അയച്ചപ്പോൾ അമ്മയെ വെറുംകൊഴിയോടെ അല്ല സ്വർഗം അയച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയെല്ലാം നമുക്ക് വേണ്ടി ചില സമ്മാനങ്ങളും നൽകിയിട്ടാണ് അമ്മ പോയിരിക്കുക.
പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലുകളൊക്കെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യപ്രകാരമാണ് പരിശുദ്ധ അമ്മ ഇന്നും നമ്മോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന സത്യം. പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് വ്യക്തിപരമായി സംസാരിക്കാൻ സാധിക്കുമെന്ന സത്യം. അതാണ് കാതറിൻ ലബോറയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഒരു സുഹൃത്തിനോടെന്നതുപോലെ നമ്മൾ സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലെ അത്രമാത്രം വ്യക്തിപരമായി അത്രമാത്രം ആഴമുള്ള ബന്ധത്തോടു കൂടി എപ്പോഴും പരിശുദ്ധ കന്യകാമറിയത്തോട് സംസാരിക്കുകയും ആലോചന ചോദിക്കുകയും അമ്മയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് കാതറിൻ ലബോറ ഈ ലോകത്ത് ജീവിച്ചു. ആ ഒരു സത്യം നമ്മളും തിരിച്ചറിയുകയാ, ആ സത്യം നമ്മൾ ഇന്ന് ഏറ്റെടുക്കുകയാ. ഇന്ന് നമ്മളൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് വെല്ലുവിളിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു മാർഗദർശിയായി പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടല്ല നിർദ്ദേശങ്ങൾ നൽകുന്നത്, മറിച്ച് നമ്മോട് കൂടെ നടന്നുകൊണ്ട് നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അത്രമാത്രം വ്യക്തിപരമായി ഈ ലോകത്ത് നമ്മൾ കണ്ടല്ലോ. പലരുടെയും വീടുകളിൽ പോലും പരിശുദ്ധ അമ്മ കടന്നു ചെന്ന് രോഗികളായി കഴിയുന്നവരെ സുഖപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ വേഷങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകൾ പോലും സന്ദർശിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ ചേർന്ന് നിൽക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയ പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾക്ക് കാതോർത്തുകൊണ്ട് അമ്മ നമുക്ക് നൽകുന്ന സമ്മാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വെല്ലുവിളിയിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കും എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയം കാതറിൻ ലബോറയിലൂടെ നമുക്ക് നൽകിയ ഈ അത്ഭുത സമ്മാനത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. 1830 നവംബർ 27 കാതറിൻ ലബോറയും മറ്റ് സന്യാസിനികളും തങ്ങളുടെ ദേവാലയത്തിൽ ഏതാണ്ട് വൈകുന്നേരം ഒരു 5:30 സമയമായപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ യൗസേ പിതാവിൻ്റെ രൂപം വച്ചിരിക്കുന്ന ആ സൈഡിൽ നിന്നും കാതറിൻ ലബോറ ഒരു ശബ്ദം കേൾക്കുകയാണ്. അവിടെ പരിശുദ്ധ അമ്മ മറ്റ് സിസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കാതറിന് വേണ്ടി വ്യക്തിപരമായി ഒരു ദർശനം നൽകുകയാണ്. കാതറിൻ കണ്ടത് ഇപ്രകാരമാണ്. യൗസേ പിതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് തന്നെ മുൻപിലായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. പരിശുദ്ധ അമ്മ ഒരു ഗ്ലോബിൽ നിൽക്കുകയാണ്. അമ്മയുടെ കയ്യിൽ മറ്റൊരു ഗ്ലോബുമുണ്ട്. ഒരു കയ്യിൽ അമ്മ 2 കൈ കൊണ്ടും ഒരു ഗ്ലോബ് പിടിച്ചിരിക്കുന്നു. ഒരു കൊച്ചു ഗ്ലോബ്, അതിൻ്റെ മുകളിൽ ഒരു കുരിശ് രൂപവുമുണ്ട്, ഒരു കുരിശിൻ്റെ ആകൃതി. അമ്മ നിൽക്കുന്നത് മറ്റൊരു ഗോളിലാണ്. അമ്മ ധരിച്ചിരിക്കുന്നത് നീണ്ട ധവള വസ്ത്രമാണ്. അതുപോലെ തന്നെ ഒരു ശിരസിൽ അമ്മ ഒരു ശിരോവസ്ത്രവും ധരിച്ചിരിക്കുന്നു. ഭവ്യതയോടുകൂടി ഈ ഗ്ലോബ് പിടിച്ച് ഗ്ലോബിൽ നിന്നുകൊണ്ട് അമ്മയുടെ 2 കണ്ണുകളും സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും സ്നേഹത്തോടും ഭവ്യതയോടും അമ്മ നിൽക്കുന്നതായാണ് കാതറിൻ കാണുക. പിതാവായ ദൈവത്തിന് മുൻപിൽ ഈ ലോകം മുഴുവനുമുള്ള ജനങ്ങളെ ഈ കൊച്ചു ഗ്ലോബിലൂടെ പരിശുദ്ധ അമ്മ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാതറിൻ കാണുക. അപ്പോൾ തന്നെ ഒരു സ്വരവും കാതറിൻ കേൾക്കുകയുണ്ടായി. ഈ ഗ്ലോബ് ഭൂലോകത്തെ പ്രതിനിധീകരിക്കുന്നു.
അമ്മയുടെ ഈ അമ്മ ഗ്ലോബ് പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് സമർപ്പിച്ചപ്പോൾ അമ്മയുടെ ഓരോ വിരലുകളിലും മോതിരം പോലെ രത്നങ്ങൾ അവൾ കാണുകയുണ്ടായി. മനോഹരമായ രത്നങ്ങൾ അമ്മയുടെ വിരലുകളിലുണ്ട്. അപ്പോൾ ഈ സ്വരം വീണ്ടും ആവർത്തിച്ചു, ഈ രത്നങ്ങൾ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരുന്ന കൃപാവരങ്ങളാണ് എന്ന്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയം നിങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരുന്ന കൃപാവരങ്ങളാണ് ഈ രത്നങ്ങളെന്നുള്ള സ്വരവും അവൾ കേട്ടു. അടുത്ത നിമിഷം തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും പിതാവിന് സമർപ്പിച്ച ഗ്ലോബ് അപ്രത്യക്ഷമായി. അമ്മ കരങ്ങൾ തുറന്നു പിടിച്ചു. അമ്മയുടെ വിരിച്ച കയ്യിൽ നിന്നും പ്രകാശരശ്മികൾ അമ്മ നിൽക്കുന്ന ഗ്ലോബിന് മേൽ വന്ന് പതിക്കുന്നതായി കാതറിൻ കണ്ടു. നിരവധിയായ പ്രകാശരശ്മികൾ അമ്മ നിൽക്കുന്ന ഗ്ലോബിൽ പതിച്ചുകൊണ്ടിരുന്നു. പിന്നീട് കാതറിൻ കാണുന്നത് ഇപ്രകാരമാണ്. അമ്മയുടെ കരങ്ങൾക്ക് മുകളിലായി ഒരു ഓവൽ ഷേപ്പിൽ ഒരു ഫ്രെയിം വന്ന് നിൽക്കുന്നു. ഓവൽ ഷേപ്പിൽ ഉള്ള ഒരു ഫ്രെയിം. ആ ഫ്രെയിമിൽ സ്വർണ്ണ ലിപികളിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ ആ ഒരു ഫ്രെയിമിൽ ഇപ്രകാരം സ്വർണ്ണ ലിപികൾ എഴുതി വച്ചിരിക്കുന്ന ആ ലിപികൾക്കുള്ളിൽ അമ്മ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒരു ഗ്ലോബിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രവും പ്രത്യക്ഷപ്പെട്ടു. ആ ഗ്ലോബിലൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഗ്ലോബിലൊരു സർപ്പത്തെ പരിശുദ്ധയമ്മ കാലുകൊണ്ട് ചവിട്ടി തകർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമാണ്. വിരിച്ച കൈകളും ഗ്ലോബിൻ്റെ മുകളിൽ സർപ്പത്തിൻ്റെ തല തകർത്തുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഈ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. ഉടനെ തന്നെ ഈ രൂപത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഓവൽ ഫ്രെയിമിൻ്റെ മറുവശം അവൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ മറുവശത്ത് ഇപ്രകാരം അവൾ കണ്ടു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം എന്ന് പറയുന്ന ഒരു അക്ഷരം ഗ്ലോബിൻ്റെ മറുവശത്ത് ദർശിച്ചു. ആ എം എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ മുകളിലായി ഒരു കുരിശ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. കുരിശിനോട് കൂടി തന്നെ ഒരു ബീമും, അതിൻ്റെ അടിയിലൊരു ബീമും, ഈ എം എന്ന അക്ഷരത്തെ ബന്ധിച്ചുകൊണ്ടൊരു ബീം, അതിൻ്റെ മുകളിൽ ഒരു കുരിശ് ഉയർന്നു നിൽക്കുന്നു. ഈ എം എന്ന അക്ഷരത്തിൻ്റെയും കുരിശിൻ്റെയും അടിയിലായിട്ട് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും 2 ഹൃദയങ്ങൾ കാണപ്പെടുന്നു. ഇനി ഈ ഹൃദയങ്ങൾക്കും എം എന്ന അക്ഷരത്തിനും കുരിശ് രൂപത്തിനും ചുറ്റും ഓവൽ ഷേപ്പിൽ 12 നക്ഷത്രങ്ങൾ അവൾ കാണുകയാണ്. ഇപ്രകാരം ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കാശിരൂപം പോലെ അതിന് 2 വശങ്ങളും ഖ്യാദറിന് പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി: ഇതുപോലെയുള്ള ഒരു കാശിരൂപം നീ ഉണ്ടാക്കണം. ഈ കാശിരൂപം ധരിക്കുന്ന മക്കൾ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുമെന്ന്. ഈ കാശിരൂപം നീ ഉണ്ടാക്കുകയും ഇത് ധരിക്കുന്ന മക്കൾക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകി. കാതറിൻ ഈ കാശിരൂപത്തെക്കുറിച്ചുള്ള ഈ ദർശനം തൻ്റെ കുമ്പസാരക്കാരനായ അച്ഛനോട് പറയുകയുണ്ടായി. കാതറിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകത, പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലുകളോ അമ്മ നൽകുന്ന സന്ദേശങ്ങളോ ഒന്നും എന്നിലൂടെയാണ് നൽകപ്പെടുന്നത് എന്ന് ആരും അറിയപ്പെടാതിരിക്കാൻ അവൾ പ്രത്യേകം സൂക്ഷിച്ചു. ആരും അറിയപ്പെടാതെ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു. ആയതിനാൽ ഈ സന്ദേശങ്ങളും ദർശനങ്ങളുമൊക്കെ കാതറിൻ കുമ്പസാരണക്കാരനായ അച്ഛനോട് മാത്രമേ പങ്കുവച്ചിരുന്നുള്ളൂ. അച്ഛൻ പിന്നീട് ഇത്
സ്ഥലത്തെ മെത്രാപ്പോലിത്തെ അറിയിച്ചു. അമലോത്ഭവ മാതാവിൻ്റെ വളരെ ഭക്തനായിരുന്ന മെത്രാപ്പോലിത്ത ഈ കാശ്രൂപം നിർമ്മിക്കുവാൻ അനുവാദം കൊടുത്തു. അങ്ങനെ കുമ്പസാരക്കാരനായ വൈദികന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ഈ കാശ്രൂപം നിർമ്മിക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ഈ കാശ്രൂപം നിർമ്മിച്ച ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. 1830കളിൽ കൂടെയുണ്ടായ വിപ്ലവത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഫലമായി ഫ്രാൻസ് മുഴുവനും കോളറ എന്ന രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. കോളറ രോഗം ബാധിച്ച് അനേകരും മരിച്ചു വീണുകൊണ്ടിരിക്കുക. മരുന്നൊന്നും എവിടെയും ലഭിക്കുന്നില്ല. 1830 തന്നെ ഏതാണ്ട് 18,400 ആളുകൾ മരിച്ചു വീണതിനെക്കുറിച്ച് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം കോളറ ബാധിച്ച് അനേകരും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്താണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ കാശ്രൂപം ഉണ്ടാക്കി ധരിക്കുവാൻ ആവശ്യപ്പെടുക. ഇപ്രകാരം ഈ കാശ്രൂപം ആളുകൾ ധരിക്കുവാൻ ആരംഭിച്ചു. ഉപമയുടെ സഹോദരിമാർ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി, വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ സ്ഥാപിച്ച ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസമൂഹത്തിലെ കന്യാസ്ത്രീകളും കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻസ് എന്ന സന്യാസമൂഹത്തിലെ വൈദികരും ഈ കാശ്രൂപത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും ഇത് വിതരണം ചെയ്ത് പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അതിൻ്റെ ഫലമായി പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിരങ്ങൾ, 10,000 ഈ കോളറ എന്ന മഹാരോഗത്തിൽ നിന്ന് മുക്തരാവുകയും കോളറയ്ക്ക് മുമ്പിൽ പകച്ചു നിന്ന ഒരു ജനസമൂഹം മുഴുവനും ഇതിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിക്കുകയും ചെയ്തത് അനേകം ദർശിക്കുകയുണ്ടായി. ഈ അത്ഭുതകരമായ ഇടപെടൽ ഈ കാശ്രൂപം ധരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ലഭിച്ചത് നിരീശ്വരവാദികൾ പലരും ഫ്രാൻസിൽ കണ്ടു. ആയതിനാൽ പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുന്ന ഇപ്രകാരമാ: നിരവധിയായ നിരീശ്വരവാദികൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും പരിശുദ്ധ അമ്മയിലൂടെ യേശുക്രിസ്തുവിനെ വീണ്ടും രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 1835 ആയപ്പോഴേക്കും 10,00,000 കാശ്രൂപങ്ങൾ നിർമ്മിക്കപ്പെട്ടു. 1836 ഈ കാശ്രൂപം അമേരിക്കയിലെങ്ങും പ്രചരിപ്പിക്കപ്പെട്ടു. 1837 പോളണ്ട്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെങ്ങും ഈ കാശ്രൂപം പ്രചരിപ്പിക്കപ്പെട്ടു. 1839 ആയപ്പോഴേക്കും എത്യോപ്യ, എറിട്രിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഈ കാശ്രൂപം പ്രചരിപ്പിക്കപ്പെട്ടു. ഇതിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ തിരിച്ചറിഞ്ഞ മക്കൾ ഇത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്വർഗം ഈ കാശ്രൂപം വിശ്വാസത്തോടെ ധരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് അത്ഭുതകരമായ ഇടപെടൽ നൽകിക്കൊണ്ടിരുന്നു. അനേക രോഗികൾ അത്ഭുതകരമായ സുഖം പ്രാപിക്കുന്നു. അനേകർ അപകടങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. യുദ്ധങ്ങൾ ഒഴിവാകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ പോലും മാറ്റിവയ്ക്കപ്പെടുന്നു. ഇങ്ങനെ പ്രകൃതിയിലും വ്യക്തിപരമായ ജീവിതങ്ങളിലും വലിയ അത്ഭുതങ്ങൾ ഈ കാശ്രൂപം ധരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം 1900 ആരംഭത്തിൽ ഈ അത്ഭുത കാശ്രൂപം നമ്മുടെ കൊച്ചി കേരളത്തിലും എത്തുകയുണ്ടായി. അമലോത്ഭവ മാതാവിൻ്റെ കാശ്രൂപം എന്നാണ് നമ്മളതിനെ സ്നേഹത്തോടെ വിളിക്കുക. ഇന്ന് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുടനീളം ഈ അത്ഭുത കാശ്രൂപം എത്തിക്കഴിഞ്ഞു. നമ്മളും ഈ അത്ഭുത കാശ്രൂപം സ്നേഹത്തോടെ സ്വീകരിച്ച് ധരിക്കുന്ന മക്കൾ വ്യക്തിപരമായും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഇതിൻ്റെ വലിയ ഇടപെടലുകൾ, സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കാശ്രൂപം മനുഷ്യൻ നിർമ്മിച്ചതല്ല, ഇതാദ്യം സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതാണെന്നും പരിശുദ്ധയമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പിന്നീട് ഇത് നിർമ്മിച്ചതെന്നും ഉള്ള സത്യമാണ് നമ്മൾ തിരിച്ചറിയുക. സ്വർഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ഈ കാശ്രൂപത്തിന് സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ ഇന്ന് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അനേകർ അത്ഭുതകരമായി ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിൻ്റെ വിശുദ്ധയായ വിശുദ്ധ മദർ തെരേസ
അത്ഭുത കാശുരൂപം ധരിക്കുകയും തൻ്റെ ശുശ്രൂഷ രംഗത്ത്, തങ്ങളുടെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷ രംഗത്ത് ഇത് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. മദർ തെരേസ നൽകിയ ഈ കാശുരൂപം ധരിച്ച് അനാഥരും പാവപ്പെട്ടവരുമായ അനേകം മക്കൾ ആത്മാവിൽ സ്വർഗത്തിൻ്റെ കൃപകൾ സ്വീകരിച്ച് ഉജ്ജ്വലിച്ചു കൊണ്ടിരുന്നു. മദർ തെരേസ പോകുന്നിടത്തൊക്കെ ഈ അത്ഭുത കാശുരൂപം വിതരണം ചെയ്ത് അനേകരെ സ്വർഗത്തിൻ്റെ കൃപകൾ കൊണ്ട് നിറച്ചിരുന്നുവെന്ന് അമ്മയുടെ ജീവിതം സാക്ഷി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാക്സിമിലിയൻ കോൾബെ, പോളണ്ടിൽ നമുക്കറിയാം, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് രക്തസാക്ഷിയായി തീർന്ന മാക്സിമിലിയൻ കോൾബെയുടെ ജീവിതത്തിലും ഈ അത്ഭുത കാശുരൂപം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പോയിടത്തൊക്കെ ഈ അത്ഭുത കാശുരൂപം കൊണ്ടുപോയി വിതരണം ചെയ്യുകയും അനേകർക്ക് ദൈവാനുഭവം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ കാണുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത്ഭുത കാശുരൂപത്തിൻ്റെ വലിയൊരു പ്രചാരകനായിരുന്നുവെന്ന് നമ്മൾ കാണുന്നു. ഇവരൊക്കെ വളരെ ഭക്തിയോടുകൂടി ഈ കാശുരൂപം ധരിക്കുകയും പോകുന്നിടത്തൊക്കെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അനേകം മക്കൾക്ക് അനുഗ്രഹമായി മാറിയ വിശുദ്ധരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികളിലെല്ലാം സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി വിശുദ്ധരുടെ ജീവിത മാതൃകയിൽ നിന്ന് നമ്മൾ ഇതൊക്കെ സ്വീകരിച്ച് പരിശുദ്ധ അമ്മ നൽകിയ ഈ സമ്മാനം നമ്മളും ഏറ്റെടുത്ത് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഈ ഒരു സമ്മാനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാശുരൂപത്തിൻ്റെ പ്രത്യേക ഇപ്രകാരമാണ്. പരിശുദ്ധ അമ്മയുടെ നീണ്ട കരങ്ങളിൽ നിന്ന് വരുന്ന ആ പ്രകാശരശ്മികൾ സ്വർഗത്തിൽ നിന്ന് നിരവധിയായ കൃപകൾ ലോകത്തിലേക്ക് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാശുരൂപം ധരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ലഭിക്കുമെന്ന് സൂചന നൽകുന്നു. ഗ്ലോബിൻ്റെ മുകളിലുള്ള പാമ്പിൻ്റെ മേൽ അമ്മ ചവിട്ടി അതിന് തല തകർത്തുകൊണ്ടിരിക്കുന്ന അമ്മ ഈ കാശുരൂപം ധരിക്കുന്ന മക്കളെ സകല തിന്മയുടെ ദുരാത്മാക്കളുടെ സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുക. അതിന് പിന്നിൽ കാണുന്ന എം എന്ന അക്ഷരം പരിശുദ്ധ കന്യകാമറിയത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ അധികാരത്തെയും അംഗീകാരത്തെയും സൂചിപ്പിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന കുരിശ് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ പുത്രനുമായി എത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. താഴെ കാണുന്ന രണ്ട് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഹൃദയങ്ങൾ ഈ ലോകത്തുള്ള ഓരോ മക്കൾക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് എത്രമാത്രം ദൈവസ്നേഹം അമ്മ വാങ്ങിക്കൊടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതോടൊപ്പം തന്നെ അതിനു ചുറ്റുമുള്ള 12 നക്ഷത്രങ്ങൾ അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു. അപ്പസ്തോലന്മാരാൽ അടിത്തറ പാകപ്പെട്ട സഭയെ സൂചിപ്പിക്കുന്നു. ഇനി ഈ സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കന്യകാമറിയത്തോട് എത്രമാത്രം ഐക്യപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് ഈ 12 നക്ഷത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം സഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാത്താനെതിരായ ഒരു ആത്മീയ യുദ്ധമാണ് ഈ കാശുരൂപം ധരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത് എന്ന് തിരിച്ചറിയുക. ആ യുദ്ധം ചെയ്ത് നമ്മൾ തനിച്ചല്ല, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സാത്താന്റെ തല തകർത്ത യേശു ക്രിസ്തുവാണ് ആ യുദ്ധം ചെയ്ത് സഭയെ രക്ഷിക്കുന്നത് എന്ന് ഈ കാശുരൂപത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതിനാൽ പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ കാശുരൂപം എത്രയും പെട്ടെന്ന് നമുക്കും ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ചുകൊണ്ട് സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ നൽകിയിരിക്കുന്ന ഈ സന്ദേശങ്ങൾ, ഈ കൃപകൾ, ഈ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്ത് സാത്താൻ്റെ തല തകർത്ത് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ ഈ കാശുരൂപത്തിൽ അമ്മയുടെ
ആ രൂപത്തിന് ചുറ്റും എഴുതി വച്ചിരിക്കുന്ന കൊച്ചു പ്രാർത്ഥന വലിയ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് വാങ്ങിത്തരുന്ന പ്രാർത്ഥനയായ ഈ കൊച്ചു പ്രാർത്ഥന നമുക്ക് ഏറ്റെടുത്ത് നിരവധി പ്രാവശ്യം ഉരുവിട്ട് അനുഗ്രഹം പ്രാപിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ഈ പ്രാർത്ഥന ഒരു സുഹൃതജപമായി നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയരട്ടെ. ഇത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമ്മോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഈ സന്ദേശങ്ങൾ ലോകത്തിന് നൽകി, ഈ അത്ഭുത സമ്മാനം ലോകത്തിന് നൽകി അനുഗ്രഹിച്ച കാതറിൻ ലബോറ 1876 ഡിസംബർ 1-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോവുകയുണ്ടായി. 1876 മരിച്ച കാതറിൻ ലബോറയുടെ ശരീരം ഈ വർഷം ഏതാണ്ട് 144 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും അഴുകാതെ ഇരിക്കുന്നു എന്ന ഒരു അത്ഭുത സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് കാതറിൻ ലബോറയെ എത്രമാത്രം സ്വർഗം അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണല്ലോ. ഏതാണ്ട് 144 വർഷങ്ങൾക്ക് ശേഷവും അഴുകാതിരിക്കുന്ന കാതറിൻ ലബോറയുടെ ഈ ശരീരം പരിശുദ്ധ അമ്മ ഈ ലോകത്ത് നടത്തുന്ന വലിയ ഇടപെടലുകൾക്ക് സാക്ഷി നൽകുന്നു. 1947 ജൂലൈ മാസം 27-ാം തീയതി കാതറിൻ ലബോറയെ സഭ വിശുദ്ധയായി അംഗീകരിച്ചു. നമ്മുടെ ഈ ലോകയാത്രയിൽ ഈ വിശുദ്ധയുടെ മധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം. ഇനി അവസാനമായി സഹോദരങ്ങളെ, കാതറിൻ ലബോറയിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്ന അമ്മ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം, ഈ കാശുരൂപത്തോടൊപ്പം നൽകിയ സന്ദേശം, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും അൾത്താരയ്ക്ക് ചുറ്റും അണയുക എന്ന സന്ദേശമാണല്ലോ. ഇന്ന് അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അൾത്താരയ്ക്ക് ചുറ്റും അണയാൻ സാധിക്കാതെ മാറി നിൽക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിൽ സ്വർഗം കൃപകൾ ചൊരിഞ്ഞ് അൾത്താരിൽ അവരെ ഒന്നിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അൾത്താരയ്ക്ക് ചുറ്റും അണയുവാൻ ആഗ്രഹിക്കുമ്പോഴും അൾത്താര ജനങ്ങളിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ദേവാലയങ്ങളോ ഏതെങ്കിലും സന്യാസ ആശ്രമങ്ങളോ ഒക്കെ ഇന്നും ഈ ലോകത്തുണ്ടെങ്കിൽ അവയിലേക്കെല്ലാം ദൈവകൃപ കടന്നു വന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഇവയെല്ലാം തുറന്ന് അനേകരെ അൾത്താരയ്ക്ക് ചുറ്റും നമ്മുടെ ദേവാലയങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ ഒന്നിപ്പിക്കുന്ന അഭിഷേകം സ്വർഗം ഈ രാജ്യത്തേക്ക് ഒഴുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ ബൊനൊന്നാമൻ മാർപ്പാപ്പയോടും വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനും ചേർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.